പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കുന്നു. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. മാവേലിക്കര സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു. അല്പസമയത്തിനകം തന്നെ സബ് ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തും. 14 ദിവസം തടവറക്കുള്ളിൽ കഴിയണം രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA മൂന്നാമത്തെ പരാതിയാണെന്ന് ഓർക്കണം. 1ഉം 2ഉം പരാതികളിൽ അദ്ദേഹത്തിന് അനുകൂലമായ കോടതി വിധി ഉണ്ടായിരുന്നു. അറസ്റ്റ് തടഞ്ഞുള്ള കോടതി വിധി അടക്കമുണ്ടായിരുന്നു. ഒരു പരാതി കൂടി ലഭിക്കുന്നു. മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ, പുറം ലോകത്തെ അറിയിക്കാതെ, വളരെ പ്ലാനിങ്ങോടുകൂടി, കൃത്യമായ ആസൂത്രണങ്ങളോടുകൂടി ഒളിവിൽ പോകാനുള്ള എല്ലാ അവസരങ്ങളും നിഷേധിച്ചുകൊണ്ട്, പഴുതടച്ചുകൊണ്ടുള്ള ആസൂത്രണത്തിലൂടെ ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്ന്, സ്വകാര്യ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നേരെ ഈ പരാതി കിട്ടിയ സ്റ്റേഷന്റെ പരിസരത്തുള്ള AR ക്യാമ്പിലേക്ക് മാറ്റുന്നു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ, അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നില്ല. കേസിന്റെ ഗൗരവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യം നൽകാതിരുന്നത്. നേരെ റിമാൻഡ് ചെയ്യുന്നു. 14 ദിവസം തടവറയിൽ, അടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA. വിവരങ്ങൾ നൽകാൻ വിഷ്ണു BS. വിഷ്ണു, രാവിലെ മുതൽ നമ്മൾ പറയുന്നുണ്ട് ഈ കേസിന്റെ ഗൗരവം പോലീസ് നൽകുന്നതനുസരിച്ച് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. എങ്കിൽ കൂടിയും 2024 നടന്ന സംഭവമാണ്. ഈ പരാതിക്ക് ആധാരമായ കുറ്റം നടന്നിരിക്കുന്നത് 2024 എന്തുകൊണ്ട് ഇത്രയും നാൾ പരാതിയുമായി വന്നില്ല എന്ന ചോദ്യത്തിനുള്ളൊരു മറുപടി FIR-ലുണ്ട്. എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തി, പരാതി നൽകാതിരിക്കാൻ ഭീഷണിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം തന്നെ പരാതി നൽകിയ ആളുകളുടെ കാര്യത്തിൽ നടന്ന സൈബർ അറ്റാക്ക്, അതിലുള്ള ആശങ്ക മൂലമാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത്. ഒടുക്കം പരാതി നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പരാതി നൽകി. പോലീസ് അത് ഗംഭീരമായി കൈകാര്യം ചെയ്തു. ഒടുക്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കോടതിയിൽ ഹാജരാക്കി നേരെ റിമാൻഡിൽ വിടുന്നു. അപ്പോൾ ഇനി ഇവരുടെ അഭിഭാഷകന്റെ നീക്കങ്ങളാണ്. ശാസ്തമംഗലം അജിത്ത് നേരത്തെ സൂചിപ്പിച്ചത് നാളെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അന്യായമായ അറസ്റ്റാണ് എന്നതിന്റെ സൂചന ശാസ്തമംഗലം അജിത്ത് നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻട്രോഗേഷന് സന്നദ്ധനായ ഒരു വ്യക്തി എന്തിനിങ്ങനെ നാടകീയമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഹൈക്കോടതി കേസ് നാളെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തെല്ലാം ആവശ്യങ്ങളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ പോകുന്നത്? നമുക്കറിയാം, നേരത്തെ 2 ബലാത്സംഗ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടിരുന്നു. ഇതും അങ്ങനെ ആയി തീരുമെന്നുള്ള രക്ഷയിലായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ സമീപിച്ചത്. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് ഇന്നലെ പാലക്കാട്ട് നിന്ന് അറസ്റ്റ് ചെയ്തതും ഇന്ന് രാവിലെ പത്തനംതിട്ട PR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്തതുമൊക്കെ. എല്ലാ പഴുതുകളും പോലീസ് അടച്ചു എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ 2 കേസുകളിലും പലതരത്തിലുള്ള നിയമസഹായത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, പല അവസരങ്ങളും പോലീസ് അദ്ദേഹത്തെ പിടിക്കാൻ എത്തിയപ്പോഴൊക്കെ അദ്ദേഹം രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്നലെ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ പഴുതുകളും അടച്ച് എല്ലാ പൂർവ്വ രഹസ്യത്തോടെയായിരുന്നു പോലീസിൻ്റെ നീക്കങ്ങളെല്ലാം നടന്നത്. പാലക്കാട് 12:30 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും പത്തനംതിട്ട എത്തിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതൊക്കെ വലിയ തരത്തിലുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, പോലീസ് ഒരു വെൽ പ്ലാനോടുകൂടി തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ ഇവിടെ ജനറൽ ആശുപത്രിയിലെത്തി. അവിടെ മജിസ്ട്രേറ്റിന് മുൻപ് ഹാജരാക്കുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലാണ് അദ്ദേഹം. ഞായറാഴ്ച തന്നെ വീട്ടിലായിരുന്നു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും ആ നിയമ വഴികളൊക്കെ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ഇന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ജയിലിലേക്ക് വിടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA 14 ദിവസം ഇനി ജയിലിൽ കഴിയണം. അതേസമയം നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നൽകുമോ? ഹൈക്കോടതിയിൽ നിന്ന് എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കാത്തിരിക്കുന്നത്?